ഏറ്റവും കൂടുതൽ തവണ ബോൾ അടിച്ചുകൊണ്ട് വന്നോണ്ടിരുന്ന ആരാ? കല്ലു. കല്ലു എന്നല്ല, കല്ലു മാത്രമേ എടുക്കുന്നുള്ളായിരുന്നു. ഇപ്പൊ നമ്മളിത് അതിനെക്കാട്ടി പവർഫുൾ ആയിട്ട് ഒരാളിനെ നമ്മളിതാ കളത്തിലിറക്കാൻ പോവുകയാണ്. ബാടി കാത്തു കമാൻ കാണിച്ചു കൊടുക്കണി നിന്റെ പവർ. എല്ലാരെയും ഒരേ ലെവലിൽ നിർത്തണം, ഒരേ ലെവലിൽ നിർത്തിയിട്ടേ അറിയാവുള്ളൂ കേട്ടാ. ഓക്കെ റെഡി 1 2 3 ഗോ. ആർക്കാ കിട്ടുന്നത് നോക്കിക്കോ. അത് കല്ലുവിന് കിട്ടി. ഇല്ല, കല്ലുവിന് കിട്ടിയത്. കല്ലുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ആർക്കാ? കല്ലൂന് തന്നെ. കാത്തൂന് ആദ്യത്തെ പന്ത് താണ്ട കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 3-1 കേട്ടാ. ആർക്കാ? വീണ്ടും കല്ലു എന്ന് തോന്നുന്നു. 4-1. ആർക്കാ? 4-2. ആർക്കാ? കാത്തൂനാണോ? 4-2. ഓ ശക്തമായിട്ടുള്ള മത്സരം നടക്കുവാണ്. ശക്തമായിട്ടുള്ള മത്സരം ഇനി ചൂട് പിടിക്കാൻ പോവുകയാണ്. ശക്തമായിട്ടുള്ള മത്സരം. എന്തിയേ? ആർക്കാ? മിസ്സായോ? കല്ലൂന് തന്നെ. അപ്പൊ 5-2. റെഡി 1 2 3 പറഞ്ഞു. റെഡി. അപ്പൊ ഒരു ഐഡിയ കിട്ടും എപ്പോഴാ എറിയുന്നതെന്ന്. ടൈമിങ് ആവത്തില്ല. അത് ടെസ ഇടയ്ക്ക് ബ്ലോക്ക് ഇട്ടത് കൊണ്ടിട്ടാണ് കല്ലൂന് കിട്ടാഞ്ഞത്. ആർക്കാ കിട്ടിയത്? എന്നാലും 5-3. ടെസയെ മാറ്റണോ? കുഴപ്പമില്ല, കുഞ്ഞല്ലേ, കുഞ്ഞിനൊരു സപ്പോർട്ട് കൊടുത്തോട്ടെ. അത് കുഴപ്പമില്ല, ഇറങ്ങോ. നമ്പർ പറഞ്ഞിറങ്ങി കഴിഞ്ഞാൽ കാത്തു കറക്റ്റ് ടൈമിങ്ങിൽ ഓടും കേട്ടോ. അങ്ങനെ ആവുക കിട്ടുന്നത്. നമ്മുടെ കമാൻഡ് ഫോക്കസ് ചെയ്ത ആർക്കാ? 5-4. ശക്തമായിട്ടുള്ള മത്സരം. ബാടി കാത്തു, ബാടി മിടുക്കി. വാങ്ങിച്ചു. എറിഞ്ഞു. ടെസ ഫാൾട്ട് ഗെയിം കളിക്കുന്നു കേട്ടാ. കല്ലൂനെ ബ്ലോക്ക് ചെയ്യുന്നു. നമുക്ക് ടെസയെ മാറ്റാം. ഇതിപ്പോ 5-5 ആയ സ്ഥിതിക്ക് നമ്മൾ ടെസയെ അവിടെ നിന്ന് പതുക്കെ മാറ്റുവാണ്. അല്ലാന്നുണ്ടെങ്കിൽ ടെസ കാത്തുവിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രോഡ് കളി കളിക്കുന്നുണ്ട്. ടെസ അത് കള്ളക്കളി. ഇവിടെ വാ, ഇനി വാ ടെസ, ഇഞ്ഞി വാ. ഫ്രോഡ് വേല കാണിക്കരുത്. നിനക്ക് ഇഷ്ടപ്പെട്ടവരെ ജയിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഇവിടെ മത്സരം നടത്തുന്ന. വാ. അയ്യോ, കുഴി പോയോ? അയ്യോ, ഇതിനകത്ത് തീയോ? തീ എവിടെ അടി? അയ്യോടിയേ, 5 വർഷമായിട്ടുള്ള എന്റെ പന്ത് കഥാ എന്തിയേ? ആമി തീ ചാടി പന്ത് എടുത്തിട്ടുണ്ട്. കഴിക്കോ അടി? പന്ത് ഉരുകിയോ? രക്ഷപ്പെട്ടോ? നോക്കട്ടെ. കളർ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള പന്താ. ടെസയുടെ കുഞ്ഞിലെ വാങ്ങിച്ചതാ. ഇല്ലേടി? 4ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു. 4 4.5 5 ഒക്കെ ആയി കാണും ഇല്ലേ? കറക്റ്റ് ഓർമ്മയില്ല. നല്ല പന്താ കേട്ടാ. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ക്വാളിറ്റി ഐറ്റം ആണ്. രസാഞ്ഞു ഇത്. അത് തിന്നുന്നതെന്ന് പറയുന്നത് ട്യൂണയും കല്ലും വന്നതിന് ശേഷമാ. അല്ലാതെ ടെസക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമായിരുന്നു. ഓക്കെ എനിക്ക് റെഡി 1 2 3 പറഞ്ഞറിയണേ. 5-5 നിൽക്കുവോ? അത് കാത്തു പഠിക്കും കേട്ടാ. ആരാ? കാത്തു വന്നോ? 6-5. ടെസയെ മാറ്റുവാ നമ്മള്. കാരണം ഇനി ഫെയർ ഗെയിമേ ഉള്ളു. ഇല്ലേടി മോളെ? അങ്ങനെ കാത്തു ചുമ്മാ ജയിക്കണ്ട. അപ്പൊ നമ്മള് ചുമ്മാ ജയിപ്പിച്ചാന്ന് എല്ലാരും പറയത്തില്ലയോ? ടെസ കേറ് പോ. ഇവക്ക് ഭയങ്കര പാർഷ്യാലിറ്റിയാ. ഹാപ്പിയും കാത്തും ഗെയിമിലുണ്ടെന്നുണ്ടെങ്കിലേ ഇവള് വേറെ ആരെയും ജയിക്കാൻ സമ്മതിക്കത്തില്ല. ഇവള് കൊച്ചുമോള്, മറ്റേവള് മോള്. അപ്പൊ ഇവരെ 3 പേരെയും കൂടെ ഇവര് 4 പേരും ടീമായിട്ട് പാവം എന്റെ 2 കൊച്ചു പിള്ളേരെ ഇവരെ 2 പേരെ കടിക്കുകയും ചെയ്യും. കടിക്കുന്നത് മീൻസ് ഡേഞ്ചർ കടിയല്ല. ഓക്കെ റെഡി 1 2 3 പറഞ്ഞറിയണേ. ചൂണയ്ക്ക് ഒരെണ്ണം പോലും കിട്ടിയില്ല. 0. 2 3 go. കാത്തു പഠിച്ചു. 5-7 5 7 5 7 5 2 3 go. 10 തീരുവേ. ആർക്കാ? അത് കല്ലു. 7-6. സ്ട്രോങ് കളിയാട്ടാ. 7-6. ഈ മത്സരത്തിൽ ആര് ജയിക്കും? അതിന്റെ ഇടയ്ക്ക് 7-7.
കല്ല് വലിയത് കല്ല് വലിയ എടുത്തേ 7-7. എടീ മത്സരം ഇവിടെ വെച്ച് നിർത്തണോ? കൃത്യം 3 എണ്ണം അറിയാം. അതിനകത്ത് വെച്ചിട്ട് റിസൾട്ട്. ഓക്കെ പോയി കല്ലു പോയി നിക്ക് അത് ഫെയർ അല്ല. അതോ അവളങ്ങ് നിൽക്കുവോ? ഇവിടെ വരട്ടെ. ഇനി അറിയാം. അതാർക്ക് കിട്ടി? കാത്തുവാ 7-8. കാത്തു 1 പോയിന്റിന്റെ മുന്നിലെത്തി നിൽക്കുകയാണ്. ഇനി 2 ഏറേ ഉള്ളു. 2 ഏറ്. ഈ 2 ഏറിനകത്ത് നമ്മൾ വിജയിയെ തീരുമാനിക്കും. 0 റെഡി? പറഞ്ഞോ. ആർക്കാ? കാത്തു. നീ അറിയേണ്ട കാര്യമില്ല, കളി ജയിച്ച്. 7-9 അല്ലേ? 7-9 തീർന്ന്. ഇനി അറിയണ്ട. ഇനി അടുത്ത് എറിഞ്ഞാലും 7-8 ആവത്തുള്ളൂ കല്ലു എടുത്താലും. അങ്ങനെ കാത്തുവിനെ നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് കാത്തു വെർഷൻ 2.0. ഓക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. ഞങ്ങളുടെ കാലിനൊരു പ്രശ്നമില്ല എന്നുള്ളത്. കാലിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീൽ ചെയർ വരെ കൊണ്ടു കൊടുക്കും. ഇല്ലേടി? എന്നിട്ട് സന്തോഷമായിട്ട് എല്ലാ ദിവസവും പരിക്കൊണ്ടാക്കി. കാലിന് പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ എന്റെ പ്ലാന് വീണ്ടും പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാവോ? അന്ന് നമ്മൾ അത് ഇവള് കാണിച്ചില്ലേ, ഭയങ്കരമായിട്ടുള്ള പെയിൻ കാണിച്ചില്ലേ? ആ പെയിൻ നമ്മള് അത് അഡ്രസ്സ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇവള് ജീവിതകാലം മൊത്തം ഇങ്ങനെ ഞൊണ്ടി നടന്നേനെ. നമ്മുടെ ആ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. മേ ബി ചിലപ്പോ ചെറിയൊരു പെയിൻ ഉണ്ടായിരിക്കും. പക്ഷേ അതിനെ അന്നേരം നമ്മൾ ഇഗ്നോർ ചെയ്തത് കൊണ്ടിട്ടാണ് ആ ഒരു പവർ തിരിച്ചു കിട്ടിയത്. ഇങ്ങോട്ട് വാ. ഇന്നും വെച്ചിട്ട് എല്ലാ ഡോഗിനും അങ്ങനെയാണെന്നൊന്നും അല്ലാട്ടെ പറയുന്നത്. ഇവളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ ഒരാളിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ട്യൂണയ്ക്കൊക്കെ നമ്മൾ അതേപോലെ അല്ലായിരുന്നല്ലോ. ഓരോരുത്തർക്കും അതേപോലെയാണ്. ഇപ്പൊ ഹാപ്പിക്ക് വേണ്ട നമ്മൾ ആ ഒരു ചെറുതായിട്ടൊരു ഇത് വന്നപ്പോഴത്തേനെ നമ്മൾ അവളെ മാറ്റിയില്ലേ? അതേപോലൊക്കെയാണ്. അയ്യോ എന്റെ അമ്മോ. ഓക്കെ ബൈ, ടാറ്റാ, സീ യു. ഈച്ച ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരിയടി. അവിടുത്തെ ആ ഹെയറിന്റെ ഡ്രൈനെസ് ഒക്കെ മരുന്നടിച്ചടിച്ചായതൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. നമുക്കിത് കഴിയുമ്പോ എണ്ണ ഇടാം അല്ലേ? ഒരുവിധം സെറ്റ് ആയില്ലേ? മറ്റേത് ഇവിടെ ഇങ്ങനെ ചീപ്പുമ്പം ആളവിടെ കിടന്ന് ചാടുന്നുണ്ടായിരുന്നു. അതൊക്കെ മാറിയല്ലോ. ഓക്കെ ഇതിന്റെ തന്നെ അപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ. മുഖം തുടയ്ക്കാൻ പറ്റില്ല അടി പാവം. ഓക്കെ ബഹുമാനം ഉണ്ടാക്കടി. നീ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ മതി. ഇനി വരുമ്പോ നോക്കിയോണേ കേട്ടാ. നീ ഞാനിവിടെ അവിടത്തില്ല. രണ്ടിപ്പൊക്കെ നല്ല ബഹുമാനം ഉണ്ടല്ലോ നിന്നെ. ടൂണ വരുന്നു. ഇനി തൊപ്പിയും കൂടി ഇട്ട് തരാം കേട്ടാ. എന്നിട്ട് കൂട്ടി പോയി കിടന്ന് ഉറങ്ങിക്കും. എന്തേ